ഈ ഫ്യൂവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, വണ്ടി എന്ത് വോൾവോയാണ്, മെർസിഡീസ് ആണ്, പോർഷയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫ്യൂവൽ ഇല്ലെങ്കിൽ വണ്ടി ഓടില്ല. അപ്പോൾ എത്ര ഫ്യൂവലാണ് നമ്മൾ കരുതേണ്ടത്, എത്ര കാലത്തേക്ക് ഈ വണ്ടി ഓടാനുള്ള ഫ്യൂവൽ നമ്മൾ കരുതണം, ഇത് നമുക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം. അത് വരച്ചെഴുതി വെച്ച പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സിസ്റ്റം എന്തൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മുടെ കൈക്കുള്ളിലാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ബിയോണ്ട് അവർ കൺട്രോളാണ്. ബിയോണ്ട് അവർ കൺട്രോൾ വരുന്ന സമയത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഹനീഫിക്ക, നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു ഓൺട്രപ്രനർ സമയം കണ്ടെത്തണം. രണ്ടാമത്തത് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. മൂന്നാമത്തത് ഇന്റേണൽ കസ്റ്റമേഴ്സ്, നമ്മുടെ ഇന്റേണൽ കസ്റ്റമേഴ്സിനെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. നാലാമത്തത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ഇനി ഇതിലൊന്നും പെടാത്ത, ഈ നമ്മളുടെ ടാക്ടിക്സും നമ്മളുടെ സ്ട്രാറ്റജീസിലൊന്നും പെടാത്ത ഒരു കാര്യം നമ്മളുടെ ഈ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും അത് നമ്മൾ വിസ്മരിക്കാറുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, ഗവൺമെൻറ് റെഗുലേഷൻസ്. ഏതൊരു ബിസിനസ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റെഗുലേഷൻസ്. നമ്മൾ ആ റെഗുലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ പിടി വീഴുന്ന സമയത്ത് ഒരു വല്ലാത്ത പിടിയായിരിക്കും. പിന്നെ നമ്മളുടെ ഫോക്കസ് എല്ലാം മാറി ആ ഉരാക്കുടുക്കുകൾ നിവർത്തുന്നതിലായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈസൻസിങ് പ്രോപ്പറാണോ, ആ ലൈസൻസിങ് കറക്റ്റായിട്ട് പുതുക്കേണ്ടത് എപ്പോഴാണ്, മറ്റ് സേഫ്റ്റി ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളുണ്ടോ, നമ്മളുടെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, അവർക്ക് അർഹിക്കുന്ന ഗവൺമെൻറ് പറയുന്ന അല്ലെങ്കിൽ റൂൾസ് പറയുന്ന വേതനം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഇതെല്ലാം ആ എഴുതി വച്ചിട്ടുള്ള ആ റൂൾസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണോ ഇത് ചെയ്യുന്നത്. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, ആ പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മീറ്റ് ചെയ്യണം. നമ്മൾ ലാഭത്തിലാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ലാഭമാണെങ്കിൽ വിധേയമായിട്ടാണോ നമ്മൾ ഇതെന്താ പറയുക, നമ്മൾ ഈ ഒരു മീഡിയം ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു കാര്യമാണിത്. കാരണം പല പ്രാവശ്യങ്ങളും മീഡിയം ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അതായത് വലിയ ബിസിനസ് ഒന്നും ചെയ്യാത്ത ആളുകൾ പലതിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതെ, ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് 2 പ്രശ്നമാണ്. ഒന്ന്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. കാരണം പലതും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പല ബിസിനസ്സും ചെയ്യുമ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ അവന് ഇപ്പോൾ ഷോപ്പുകൾ കൂടെ വണ്ടികളായിട്ട് പോകുന്ന ആളുകൾ, വാഹനമായിട്ട് ബിസിനസ് ചെയ്യുന്നു, അവരൊക്കെ പേടിച്ച് ഏത് സമയം പേടിച്ചിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ഇത് ഒന്ന്. 2, ഇത് ഒരു വലിയ സംഭവമാക്കി എപ്പോഴും വളർത്താൻ പറ്റില്ല. ആ ഭാഗത്തിനെ വളർത്താൻ പറ്റും. വലിയ ഭാഗത്തിൽ വളർത്തി എങ്ങനെയാലും ഇത്തരം പിടികൾ വീഴുമല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ 5ാമത്തെ ഈ കാര്യം. പലപ്പോഴും കോമ്പറ്റീഷൻ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്. നമ്മളുടെ ശ്രദ്ധ എങ്ങനെ ഈ പറയുന്നത് പോലെ സസ്റ്റൈനബിലിറ്റിയിലോട്ട്, സ്ട്രഗ്ലിംഗ് പോയിന്റിൽ നിന്ന് സസ്റ്റൈനബിലിറ്റിയിലോട്ട് പോകും എന്നുള്ളത് ചിന്തിക്കുന്നിടത്ത് നമ്മൾ ഇത് പലപ്പോഴും വിസ്മരിക്കാറുണ്ട്. 1-2 കാര്യങ്ങളുണ്ട് ഇത് വിസ്മരിക്കാൻ. ഒന്ന് പറഞ്ഞാൽ ഇത് പ്രോഫിറ്റ് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതായത് ചിലവുകളൊന്നും വേണ്ടല്ലോ. ഒരു വാഹനം എടുത്തിട്ട് സ്വയമാണ്ട് തുടങ്ങണം എല്ലാ ഷോപ്പിലൂടെ കച്ചവടം. അവരങ്ങോട്ട് അപ്പോൾ അവിടെ എന്താ കിട്ടുന്നതും ഒരു പെട്രോൾ ക്യാഷ് അല്ലാത്തതൊന്നും അവന് ചിലവില്ല. ശരിക്ക് കൃത്യമായി ചെയ്യുന്ന ഒരാളോട് ചെയ്യുന്ന ഒരു തെറ്റുമാണ്. അതെ, കൃത്യമായി ഇതൊക്കെ ചെയ്ത് ഇവരൊക്കെ ചെലവ് ചെയ്തിട്ട് കൃത്യമായി ചെയ്യുന്ന ബിസിനസ്സിനോട് അവരൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു 2ാമത്തെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴാണ് ഇവരെ പിടിവിടുക എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, കൃത്യമായി ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അത് വല്ലാതെ വളരാൻ ഇവർ തന്നെ കരുതുന്നില്ല. എന്തായാലും ഒരു ഒറ്റയാൾ പട്ടാളായിരിക്കും, അവൻ തന്നെ ആയിരിക്കും വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ. അപ്പോൾ അവിടെ വല്ലാതെ വളരാനും അത് സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഗോള് വെച്ച് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമങ്ങൾ പാലിച്ചിരിക്കണം. തീർച്ചയായിട്ടും അതാണ് നമുക്ക് 5ാമത്തെ ഒരു പ്രധാന കാര്യം. അതെ, നമ്മൾക്ക് നമ്മുടെ ബിസിനസ് തല ഉയർത്തി മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യുകയും ഞങ്ങളിവിടെ ഉണ്ടെന്ന് കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടായിരിക്കണമല്ലോ. അതെ, അത് പേടിയോടെ കഴിയുന്ന ഒരാൾ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അയാൾ സ്വന്തം കാലിൽ, സ്വന്തം കോൺഫിഡൻസിൽ ഇത് ഞങ്ങളിതെല്ലാം പാലിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഉണ്ട്, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, കാരണം ഞങ്ങൾ ഇതെല്ലാം നിയമം പാലിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്താണ് ആ ധൈര്യം, കോൺഫിഡൻസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മറ്റത് ഫേക്ക് കോൺഫിഡൻസ് ആണ്. അതെ,
നിലനിൽപ്പില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? കഴിയില്ല. കഴിയും. സ്വയം ഭയപ്പെടുന്ന ഒരാൾക്ക് മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ബുദ്ധിമുട്ടാണ്. അത് ഫേക്ക് കോൺഫിഡൻസ് ആണ്. അപ്പം ഗവൺമെന്റ് റെഗുലേഷൻസ് നമുക്ക് ഏതൊക്കെ പാലിക്കേണ്ടതുണ്ടോ കൃത്യമായി അത് കൃത്യമായി പാലിച്ച്, അതെ, വിസകൾ പുതുക്കാന്, വിസ പോലും കൃത്യമായിട്ട് അല്ലാത്ത ആളുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഡേറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. മെഡിക്കൽ എക്സ്പെൻസസ്, ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പൊ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മളെ ഗവൺമെന്റ് തന്നെ ഇവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓരോ ലൈസൻസ് വിസ എടുക്കുന്നവനും ഒരു ഇൻഷുറൻസ് ഒക്കെ ഇപ്പൊ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതെ, പണ്ടൊക്കെ ഒരു പേരിന് ചെറിയൊരു 50 രൂപ കൊടുത്ത് എടുക്കുന്ന ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായി ആളുകൾക്ക് പാലിക്കൽ, വിസ അടിച്ച് കിട്ടണമെങ്കിൽ തന്നെ അതൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിർബന്ധമാക്കാനുള്ള കാരണം നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവരാഗ്രഹിക്കുന്നത്. ഇവിടെ അതാണ് നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട പ്രധാന ഒരു കാരണം. എന്തുകൊണ്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്? ഇതിലൊക്കെ നമ്മളെ ലേബേഴ്സിൻ്റെ ലോസ് ഉണ്ട്, അതേപോലെ ഓണേഴ്സിനും ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട് ഇവിടെ. എന്താണ് ഇപ്പോൾ നമ്മൾക്ക് ലേബറിന് ഇങ്ങോട്ട് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, തിരിച്ച് അങ്ങോട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ലോ ബിസിനസ് ചെയ്യുന്ന ഈ ആളുകൾക്ക്, നിയമപരമില്ലാത്തവരല്ല, മിഡിൽ ബിസിനസ്മാൻമാർക്ക് ഇത്തരം ലോകളെ കുറിച്ച് ഒരു വിവരമില്ല. ഇതൊക്കെ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കത് ലിസ്റ്റായിട്ട് എടുക്കാനും വായിക്കാനും പഠിക്കാനും പറ്റും. അപ്പോഴാണ് നമുക്ക് ഇത്ര അധികം പ്രൊട്ടക്ഷൻ ഈ ഗവൺമെൻറ് തന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവുക. കാരണം നമ്മളോട് കൂടെ നിൽക്കുന്ന ആളുകളെ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകാം. നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലാണ്. കൃത്യസമയത്ത് വരുന്നില്ല, തോന്നുമ്പോഴൊക്കെ നമ്മളെ എംപ്ലോയി ലീവ് എടുക്കുന്നു. അവന് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഞാനത് ഒരു ദിവസം വായിച്ചു നോക്കുമ്പോഴാണ് ഇതിനൊക്കെ കൃത്യമായി എന്ത് ചെയ്യണം, അബ്യൂസ് ചെയ്യലല്ല, എങ്ങനെ അവരോട് ആക്ഷൻ എടുക്കണം, എങ്ങനെ എന്നിട്ട് നമ്മളെ കമ്പനിയെ കൃത്യമായ ഗ്രോത്തിൽ കൊണ്ടുവരണം എന്നുള്ളതിനൊക്കെ നിയമങ്ങൾ അതിനകത്തുണ്ട്. ഇതേ വളരുകയുള്ളൂ. ഇതൊന്നും നമുക്കറിയില്ല. ഇതൊന്നും നമുക്കറിയാത്തത് കൊണ്ടാണ് കുറ്റം പറയും നമ്മൾ. ഇതിന് അത് വേണം, ഇത് വേണം, പൈസ കൊടുക്കണം, ആ ലൈസൻസ്, ഈ ലൈസൻസ് എന്ന് പറയും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്തെന്നുള്ളത് നമ്മൾ അറിയില്ല. അത് പഠിക്കാനും കുറച്ചും കൂടെ ഇത്തരം നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കാനും ഓരോ കാര്യത്തിലും ആ നിയമങ്ങളിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമ്മൾ ശ്രമിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നമ്മളത് പാലിച്ച് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആൾ നമ്മളെക്കാൾ ഒരുപാട് പൈസ ഇങ്ങനെ വെട്ടിച്ച് അത് പാലിക്കാതെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അയാൾ ഭീതിയോട് കൂടിയായിരിക്കും ജീവിക്കുന്നത്, നിങ്ങൾ ഭീതിയില്ലാതെ ധൈര്യത്തോടു കൂടിയായിരിക്കും പോകുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്മൈൽ ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ. അപ്പം ചെറുകിട ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ അത് നമ്മളെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സുനാമി വരുന്ന പോലെ വരും. പിന്നെ ഒരു സുനാമി ആയിരിക്കും. ലൈഫിനെ തന്നെ, ബിസിനസ്സിനെ മാത്രമല്ല ഓണേഴ്സിൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് വരും. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ നിയമപരമായിട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മളെ ബിസിനസ്മാൻമാരെ നമുക്കതിന് സഹായിക്കാൻ പറ്റും. അതെ, അത് വലിയൊരു അതൊരു തീരുമാനം മാത്രമാണ്. തീരുമാനമാണല്ലോ ഓൺട്രപ്രനേഴ്സ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആളെ വെച്ച് ചെയ്യിപ്പിക്കാം. അത് വേണോ വേണ്ടോ എന്നുള്ളത് ഒരു തീരുമാനമാണ്. അതെ, അത് നമുക്ക് എടുക്കാൻ കഴിയും. നമുക്കൊരു ഇതുപോലത്തെ ഒരു ചർച്ചയിൽ ഒരു ദിവസം നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട ഒരാളെ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതറിയുന്ന ആളുകൾ, ഇതിനുമായി ബന്ധപ്പെട്ട് നല്ലൊരു ആൻസർ കൊടുക്കാൻ പറ്റുന്ന ആളുകളെ നമുക്ക് കൊണ്ടുവന്ന് മൊത്തം നമ്മുടെ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോയാൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത്, നമുക്ക് ഏതൊരു ബിസിനസ്സിനും ഫ്യൂവൽ ആവശ്യമുണ്ട്. ഈ ഫ്യൂവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, വണ്ടി എന്ത് വോൾവോയാണ്, മെർസിഡീസ് ആണ്, പോർഷയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫ്യൂവൽ ഇല്ലെങ്കിൽ വണ്ടി ഓടില്ല. അപ്പോൾ എത്ര ഫ്യൂവലാണ് നമ്മൾ കരുതേണ്ടത്? എത്ര കാലത്തേക്ക് ഈ വണ്ടി ഓടാനുള്ള ഫ്യൂവൽ നമ്മൾ കരുതണം? ഇത് നമുക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം. അത് വരച്ചെഴുതി വെച്ച പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സിസ്റ്റം എന്തൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മുടെ കൈക്കുള്ളിലാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ബിയോണ്ട് അവർ കൺട്രോളാണ്. ബിയോണ്ട് അവർ കൺട്രോൾ വരുന്ന സമയത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. ഒരു ഫൈനാൻഷ്യൽ കൺട്രോൾ നിർബന്ധമാണ്. ഫൈനാൻഷ്യൽ കൺട്രോൾ എന്നുള്ള വാക്ക് നിയന്ത്രണം, നിയന്ത്രിക്കുക, പ്രോപ്പറായിട്ട് അത് എങ്ങനെ ചിലവാക്കണം എന്നുള്ളതെല്ലാം നമ്മൾ കൊണ്ടുവരാന്നുള്ളത്. അപ്പം എന്തിനേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ കൈക്കുള്ളിലുള്ളത്, അല്ലേ?
നമ്മളുടെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പുറത്തുള്ള കാര്യങ്ങൾ കൺട്രോളബിൾ അല്ല. അപ്പോൾ അത്തരത്തിൽ പുറത്തുള്ള കാര്യങ്ങൾ കയറി വരുന്ന സമയത്ത് നമ്മൾ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ഫൈനാൻഷ്യലി നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ റിസർവ് വേണമെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. റിസർവ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റിസർവ് ഡെഫിനറ്റ്ലി വേണം. പക്ഷേ ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം, എനിക്കൊരു മാനേജർ വേണം. എനിക്ക് ഏറ്റവും ബെസ്റ്റ് മാനേജർ വേണോ, ഏറ്റവും റൈറ്റ് പേഴ്സണെ വേണോ? ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. റൈറ്റ് പേഴ്സണെയാണ് നമ്മൾ ഹയർ ചെയ്യേണ്ടത്, ബെസ്റ്റ് പേഴ്സണെ അല്ല. എൻ്റെ ജോലിക്ക് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള റോൾ ക്ലാരിറ്റിക്ക് എൻ്റെ സാലറി കേപ്പബിലിറ്റിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ ഹയർ ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? പാടത്ത് കളിക്കുകയാണ് ക്രിക്കറ്റ്. ഹൂ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ? നമ്മളറിയാവുന്ന നമ്മുടെ പ്രായത്തിലൊക്കെ ഉള്ള ബെസ്റ്റ് പ്ലെയർ ആരാ? അല്ല, വലിയ പ്ലേയേഴ്സ് സച്ചിൻ ടെണ്ടുൽക്കർ. അതെ, ഈ പാടത്ത് കളിക്കാൻ നമുക്ക് അവരെ കൊണ്ടുവരണം. ദേ ആർ ബെസ്റ്റ് പ്ലേയേഴ്സ്. വേണ്ട. അപ്പോൾ നമ്മളുടെ കേപ്പബിലിറ്റി എന്താണ് നമ്മളുടെ റോൾ ക്ലാരിറ്റിയിൽ വരുന്നത്, എത്രയാണ് നമ്മൾ അവരിലൂടെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാലറി ഫിക്സ് ചെയ്യുന്നത്.